ഫ്രണ്ട്സ്. യു എയിൽ സ്കൂൾ വെക്കേഷൻ സ്റ്റാർട്ടായി, ടീച്ചേഴ്സും കുട്ടികളൊക്കെ ഫ്രീ ആയി. അപ്പം നമുക്കിവിടെ 45 ഡേയ്സ് പെയ്ഡ് ലീവാണുള്ളത് ടീച്ചേഴ്സിന്. നമുക്കപ്പം എയർ ടിക്കറ്റും മിക്ക സ്കൂൾസും പ്രൊവൈഡ് ചെയ്യും. നമുക്ക് വേണമെങ്കിൽ നാട്ടിൽ പോകാം, അല്ലെങ്കിൽ ഇവിടെ തന്നെ നിൽക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പിന്നെ നമുക്കിത് കൂടാണ്ട് വിൻ്റർ വെക്കേഷനുണ്ട്, പിന്നെ അക്കാഡമിക് ബ്രേക്ക് വരുമ്പോൾ ഒരു വെക്കേഷനുണ്ട്. അപ്പോഴേ ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും ഞാനിങ്ങനെ ഈ ബെനിഫിറ്റ്സ് മാത്രം പറയുമ്പം ഇത് ഭയങ്കര സുഖമുള്ളൊരു ജോബാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. വളരെയധികം മെൻ്റലി ആൻഡ് ഫിസിക്കലി ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു ജോബ് തന്നെയാണ് ടീച്ചിങ് ജോബ്. വൺസ് ഇൻ സ്കൂൾ, നമ്മൾ സ്കൂളിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫിസിക്കലി ആൻഡ് മെൻ്റലി എൻഗേജ്ഡ് ആണ്. അപ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോൾ അത്രയും നമ്മൾ ടയേർഡായിരിക്കും. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ സമയത്തിൻ്റെ ഒരു മെച്ചം ഉണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഇപ്പം പറയാൻ ഉദ്ദേശിച്ചത്. ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ നമ്മൾ ഈ വെക്കേഷനൊക്കെ മുൻകൂട്ടി കണ്ടൊക്കെയാണ് ടീച്ചേഴ്സ് ഇവിടെ ഇങ്ങനെ പോകുന്നത്. പിന്നെ ഇപ്പം എൻ്റെ മെയിൻ കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം നാട്ടിൽ പോകാൻ ഉള്ള പ്ലാനുണ്ട്. അപ്പോൾ എൻ്റെ ചെടികളൊക്കെ എന്താവുമെന്ന് അറിയില്ല. ഇപ്പോൾ 2 വർഷമായിട്ട് വലിയ കുഴപ്പമില്ല. ഞാനും ഹസ്ബൻഡും കൂടി ഈ ചെടികളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒരു ഐഡിയ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം അത് സക്സസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇത്തവണ ഞങ്ങൾ പോയിട്ട് വന്നിട്ട് ഇതൊക്കെ നന്നായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അത് ഷെയർ ചെയ്യാം നിങ്ങളുമായിട്ട്. അപ്പോൾ ഇവിടെ പെറ്റ്സൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ എൻ്റെ കൂടെയുള്ള ഒരു ടീച്ചറാണെങ്കിലേ അവരുടെ പൂച്ചയ്ക്കും കൂടി പാസ്പോർട്ട് എടുത്ത് അവരെ കൊണ്ടുപോകുന്നുണ്ട്. കാരണം ഏൽപ്പിച്ച് പോകാൻ ആരും ഇല്ലെങ്കിൽ നല്ല ബുദ്ധിമുട്ടല്ലേ. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ഇവിടെ ഉള്ളവർക്ക്. പിന്നെ നിങ്ങൾ ജോലി തപ്പി ഇവിടെ വരുന്നവരാണെങ്കിൽ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾക്കിപ്പോൾ തന്നെയാണ് വരുന്നതെങ്കിൽ ഇവിടെ നമ്മുടെ സമ്മർ എന്ന് പറഞ്ഞാൽ വളരെ ലെങ്തിയും ഭയങ്കര ഹാർഡുമാണ്. അപ്പം അത് ഒരു കുറേ മാസങ്ങൾ നീണ്ടു നിൽക്കും. പിന്നെ നല്ല ക്ലൈമറ്റ് വന്നെങ്കിൽ ഇവിടെ ഒരു ഒക്ടോബർ തൊട്ട് ഒരു ഫെബ്രുവരി വരെയാണ് നല്ല ക്ലൈമറ്റ്. അപ്പോഴാണ് നമുക്ക് പുറത്തൊക്കെ പോയി ഒന്ന് റിലാക്സ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ കുറച്ച് ബോർഡം അങ്ങനെ ഒരു ഫീൽ ചെയ്യും. പക്ഷേ നമ്മുടെ ഫാമിലി ഉണ്ടെങ്കിൽ ഓക്കെ, നമ്മൾ ഫാമിലി തിരിച്ചു വരുമ്പോൾ വീട്ടിൽ ആളുണ്ട്, അങ്ങനെയുള്ള ഒരു ഇതിൽ നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കറൻസി ഡിഫറെൻ്റ് ആയതുകൊണ്ട് നമുക്ക് ലയബിലിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊരു ബെനിഫിറ്റാണ്. ഇവിടെ ജോലി ചെയ്യുന്നത്, നാട്ടിൽ ജോലി ചെയ്യുന്നതിനേക്കാൾ ഒരു ബെനിഫിറ്റ് ഉണ്ട്. അങ്ങനെയൊക്കെയാണ് ഇവിടെ ആൾക്കാർ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഫാമിലിയായിട്ട് സെറ്റിൽ ചെയ്യാൻ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ പാർട്ട്ണർക്കും കൂടി നല്ലൊരു ജോബ് ഉണ്ടെങ്കിലാണ് ഇവിടെ കുട്ടികളൊക്കെ ആയിട്ട് നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ഒരാൾക്കാണ് ജോബ് ഉണ്ടെങ്കിൽ നല്ലൊരു ഇൻകം ഉണ്ടാകും. കാരണം ഇവിടെ ഫീസ്, റെൻറ്റ് ഒക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ അതൊക്കെ ആലോചിച്ച്, എല്ലാ വശങ്ങളും ആലോചിച്ചിട്ട് വേണം നമ്മളൊരു രാജ്യത്തോട്ട് മാറാൻ നോക്കുമ്പോൾ നിങ്ങൾ എത്ര നാൾ നിൽക്കാനാണ് ഉദ്ദേശം, അല്ലെങ്കിൽ പാർട്ട്ണറുമായിട്ടാണോ വരാൻ പോകുന്നത് എന്നൊക്കെ ഉദ്ദേശിച്ചിട്ട് ആണ് തീരുമാനം എടുക്കേണ്ടത്. ഓക്കെ.